പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ ഫസ്റ്റത്തെ വണ്ടിയുടെ കുറിച്ചുള്ള വീഡിയോ ആണ്. മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആദ്യത്തെ വീഡിയോ ആയിരുന്നു നമ്മുടെ ചാനലിൽ. വണ്ടി കിട്ടിയത് എനിക്ക് ഒരു 2015 കിട്ടിയത്. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വണ്ടിയാട്ടോ. അപ്പോൾ അന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു, സ്കൂട്ടിയൊന്നും ഓടിക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനാണ് വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിപ്പിച്ചത്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ പഠിപ്പിച്ചത് അവനായിരുന്നു. ഈ വണ്ടി ഇനി എത്ര നാളുണ്ടാവുമെന്ന് അറിയില്ല. കാരണം ഞാൻ പറഞ്ഞിരുന്നു ഒരു പുതിയൊരു വണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ വണ്ടി എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ നിയമപ്രകാരം. കാരണം ഇൻവാലിഡ് ഗ്യാരേജ് ഇങ്ങനത്തെ സൈഡ് ഫിറ്റിങ്ങുള്ള വണ്ടി ഒരു സമയം ഒന്നേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് വിവരം. നമുക്ക് RTO അടുത്ത് നിന്ന് കിട്ടിയത്. പക്ഷേ എന്താ പറയുക, ഫസ്റ്റത്തെ വണ്ടിയാണ്, ഒരുപാട് ഓടിച്ചിട്ടുള്ള വണ്ടിയാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ഓർമ്മകളൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. സന്തോഷമുള്ള യാത്രകളിലും ദുഃഖമുള്ള യാത്രകളിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതുണ്ട്, ഒരു അറ്റാച്ച് നമുക്ക് പറ്റിയിട്ടുണ്ട്. കൊടുക്കാൻ തോന്നല്ല സത്യം പറഞ്ഞാൽ. പക്ഷെ നിരത്തിൽ ഓടിക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ഇനി RC കട്ട് ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇനി RC കട്ട് ചെയ്താലും ചില ആൾക്കാരൊക്കെ ഈ വണ്ടികൾ ഒരു ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ പുറത്ത് ഓടിക്കാൻ പറ്റില്ല, അവരുടെ വീട്ടുവളപ്പിലോ അല്ലെങ്കിൽ കാർ പോർച്ചിലൊക്കെ ഇട്ടിട്ടൊക്കെ അങ്ങനെ സൂക്ഷിക്കാറുണ്ട് ചില ആൾക്കാർ. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യമായിട്ട് കിട്ടിയ വണ്ടിയല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അല്ലാണ്ട് ഇതിലിപ്പോൾ വെറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, കാരണം ആരും വില കാണില്ല. വെറുതെ കൊടുത്താൽ ചിലപ്പോൾ വാങ്ങുമായിരിക്കും ആൾക്കാർ. എന്നാൽ പോലും വാങ്ങുന്ന സംശയമാണ്, പാർട്സൊന്നും കിട്ടാത്ത ആയതുകൊണ്ട്. ഈ വണ്ടി ഒരു മഹീന്ദ്ര കമ്പനിയുടെ ഇത്തിരി ലോക്കലായിട്ടുള്ളൊരു മോഡലാണ്. റോഡിയോ എന്ന് പറഞ്ഞ 2012-13 ഇറങ്ങിയ മോഡലാണ്. പക്ഷേ എൻ്റെ വണ്ടി 14 മോഡൽ, 15 രജിസ്ട്രേഷൻ അങ്ങനെയായിരുന്നു. പക്ഷേ എന്തായാലും ഈ വണ്ടി അത്യാവശ്യം ഒരു എന്താ പറയുക, കുഴപ്പമില്ലാത്തൊരു വണ്ടിയായിരുന്നു കേട്ടോ. മറ്റേ 2018 പ്രളയത്തിലൊക്കെ ഞാൻ വെള്ളത്തിലൊക്കെ പെട്ടുപോയിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ചതിച്ചിട്ടില്ല. വണ്ടി ഓഫായി പോവുക അങ്ങനത്തെ ഒരു അവസ്ഥ ഇന്നുവരെ വന്നിട്ടില്ല. എന്നുവെച്ചാൽ വെള്ളത്തിൽ പെട്ടിട്ട് ഇങ്ങനെ വന്നിട്ടില്ല. അല്ലാണ്ട് ഇപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോൾ സ്ഥിരം കംപ്ലൈൻ്റ് ആയി. അല്ലാതെ പ്രളയത്തിൻ്റെ സമയത്ത് പോലും നമ്മളിങ്ങനെ വെള്ളത്തിൽ കൂടെ ഓടിച്ചിട്ട് പോലും വണ്ടി പണി വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു വണ്ടിയാണ്, ചതിച്ചിട്ടില്ലാത്ത വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ വഴക്കം കാണുന്ന അവസാന നാളുകൾക്ക് ആകെ ഒരു സ്ഥിരം കംപ്ലൈൻറ്റ് തന്നെ ആയിരുന്നു. ഈ വണ്ടിയിൽ അത്യാവശ്യം ഞാൻ ഓടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ലോങ്ങൊക്കെ ഓടിയിട്ടുണ്ട്. അവിടെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയുടെ അടുത്ത് വരെ പോയിട്ടുണ്ട് ഇതിൽ വണ്ടിയിൽ ചാവക്കാടുന്ന്. പിന്നെ വളാഞ്ചേരി ഒക്കെ വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. വട്ടപ്പാറ വളവ്, പിന്നെ വളാഞ്ചേരി അതുവഴിയൊക്കെ ഇങ്ങനെ പോയപ്പോൾ വണ്ടിയിൽ കുറ്റിപ്പുറമൊക്കെ എത്തിയപ്പോൾ. കാരണം ഞാൻ ഇത്രയും ദൂരം പോകണ ആദ്യമായിട്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വൺ സൈഡ് ഒരു 80 കിലോമീറ്റർ ഏകദേശം ഉണ്ടായിരുന്നു ലോങ്. അത്രയും ദൂരം ഉണ്ടായിരുന്നു. കാരണം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, വണ്ടി ഇവിടെ ആരും നന്നാക്കാൻ എടുക്കാറില്ല വർക്ക്ഷോപ്പ്. അങ്ങനെ മലപ്പുറത്ത് കൊണ്ടോട്ടിയുടെ അടുത്തുള്ളൊരു സ്ഥലത്ത് വർക്ക്ഷോപ്പ് ഉണ്ട്. ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടേക്ക് പോയതായിരുന്നു അന്ന്. ഈ വണ്ടിയെക്കുറിച്ചിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.